ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കൊട്ടിക്കലാശത്തിനൊടുവിൽ മുന്നണികളും സ്വതന്ത്രന്മാരും നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങി. ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ നടത്തിപ്പിനായുള്ള നീക്കത്തിലാണ്. 10-ന് പോളിംഗ് ബൂത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള മാനസിക ഒരുക്കത്തിലാണ് സമ്മതിദായകരും. വോട്ടവകാശം പ്രയോജനപ്പെടുത്തുക അത് നോട്ട ആയാൽ പോലും. പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ വരണാധികാരി സി ലത. പ്രചാരണ പൂരത്തിന് പരിസമാപ്തി. 10-ന് പോളിംഗ് ബൂത്തിലേക്ക് ഇനി 2 നാൾ നിശബ്ദ പ്രചരണം. ആദിവാസി സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി നടുറോഡിൽ തള്ളി. പ്രതികളെ തിരഞ്ഞ് ഊർജിത അന്വേഷണം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ജില്ലയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സി ലത പറഞ്ഞു. കോഴിക്കോട് മണ്ഡലത്തിൽ 13-ഉം വടകരയിൽ 11-ഉം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കോഴിക്കോട് ജില്ലയിൽ മൊത്തം 21,83,474 വോട്ടർമാരാണുള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ വോട്ട് ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിലും കുറവ് കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലുമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലമാണ് കോഴിക്കോട് സൌത്ത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടുള്ള മണ്ഡലവും കോഴിക്കോട് ജില്ലയിലാണ്. വടകരയിൽ 3,473 പ്രവാസി വോട്ടർമാരാണുള്ളത്. ഇത് സംസ്ഥാനത്ത് ആകെയുള്ള പ്രവാസി വോട്ടുകളുടെ 1/3 വരും. കോഴിക്കോട് മണ്ഡലത്തിൽ 575 പ്രവാസി വോട്ടുകളുണ്ട്. വടകരയിൽ 3,616-ഉം കോഴിക്കോട്ട് 4,652-ഉം സർവീസ് വോട്ടർമാരുമുണ്ട്. ആകെ 1,883 പോളിംഗ് സ്റ്റേഷനുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഏറ്റവും കൂടുതൽ നാദാപുരത്തും കുറവ് കൊടുവള്ളിയിലും. വടകരയിൽ 1,044-ഉം കോഴിക്കോട്ട് 1,033-ഉം ബൂത്തുകളുണ്ട്. 13,000 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 10,165 പേർ ബൂത്തുകളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് ചുമതലപ്പെട്ടവരാണ്. നിരീക്ഷണ സ്ക്വാഡുകളുടെ പരിശോധനയെ തുടർന്ന് ചട്ടം ലംഘിച്ച് സ്ഥാപിച്ചതടക്കമുള്ള 41,472 പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി വന്ന ചെലവ് അതത് സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിൽപ്പെടുത്തും. പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ളം, ടോയ്ലറ്റ്, അംഗപരിമിതർക്ക് റാമ്പ്, വിശ്രമ സൗകര്യം, വൈദ്യുതി, പന്തൽ തുടങ്ങിയവ ഒരുക്കിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറിന് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ആരംഭിച്ചു. എല്ലാ സാധനങ്ങളും സബ്സിഡി നിരക്കിലാണ് ലഭ്യമാവുക. ഏപ്രിൽ 29 വരെ സപ്ലൈകോ ഫെയർ തുടരും. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ആരംഭിച്ചു. സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് എല്ലാ സാധനങ്ങളും ലഭ്യമാകും. മാർക്കറ്റ് വിലയിൽ നിന്നും മിതമായ നിരക്കിൽ സാധനങ്ങൾ നൽകുന്നതിനാൽ ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ്. ഒരു റേഷൻ കാർഡിന് 5 കിലോ നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് അരി നൽകുന്നത്. ബോധന, പൊന്നി, മട്ട എന്നിവയ്ക്ക് 1 കിലോയ്ക്ക് 21 രൂപയാണ് വില. കൂടാതെ ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 62 രൂപ, ചെറുപയർ 55, കടല 45, പഞ്ചസാര 26, മുളക് 55, മല്ലി 66 എന്നിങ്ങനെയാണ് സപ്ലൈകോ വില. 4,75,053 രൂപ 3 ദിവസത്തെ കച്ചവടം കൊണ്ട് സപ്ലൈകോവിന് ലഭിച്ചത്. വരും ദിവസങ്ങളിൽ നല്ല ലാഭം പ്രതീക്ഷിക്കുന്നു എന്ന് ഫെയർ ഓഫീസർ കെ ഗീത പറഞ്ഞു. ഏപ്രിൽ 19 വരെ സപ്ലൈകോ ഫെയർ തുടരും. മാർക്കറ്റിലെ വിലയെക്കാട്ടി വളരെയധികം വ്യത്യാസമുണ്ട്. കുറഞ്ഞ വിലയാണ്. ഞങ്ങൾ സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത്. പിന്നെ റേഷൻ കാർഡ് കൊണ്ടുവരണം. ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് 1 കിലോ പൾസസ് ഐറ്റംസ് ഒക്കെ കൊടുക്കും. പിന്നെ ശബരി വെളിച്ചെണ്ണ വളരെ കുറഞ്ഞ റേറ്റാണ്, 62 ഉറുപ്പിയുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏപ്രിൽ 10, 15, 18 തീയതികളിൽ അവധിയായിരിക്കും. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി നിഷിത സുരേഷ്.
ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വീറും വാശിയും പൊടിപാറിയ പ്രചരണ പൂരത്തിന് പരിസമാപ്തി. എല്ലാ മുന്നണികളുടെയും തീപാറിയ കലാശ പോരാട്ടമായിരുന്നു നഗരത്തിൽ. പ്രചരണത്തിന്റെ അവസാന നിമിഷത്തിലും പോരാടിയ സ്ഥാനാർത്ഥികളും അണികളും വിജയം തങ്ങളുടേത് തന്നെയെന്ന് ആവർത്തിച്ചു. ഇനി 2 നാൾ നിശബ്ദ പ്രചരണത്തിന്റേതാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് സമാപനം. കൊട്ടിക്കലാശ ദിവസം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം റോഡ് ഷോയും നടന്നു. ബാൻഡ് വാദ്യത്തിന്റെയും സംഗീത സംഘങ്ങളുടെയും അകമ്പടിയോടെ വാഹനങ്ങളും നഗരത്തിൽ തലങ്ങ് വിലങ്ങുമോടി. പ്രചരണ സമാപനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മീനച്ചൂടിനെ അവഗണിച്ച് ആവേശത്തിമർപ്പിലായിരുന്നു അണികളെല്ലാം. പ്രമുഖ മുന്നണികളും സ്വതന്ത്രന്മാരുമെല്ലാം രംഗത്തിറങ്ങിയിരുന്നു. തുറന്ന വാഹനത്തിൽ കൊടിതോരണങ്ങൾ അലങ്കരിച്ച് കുട്ടികളും നിരത്തിലിറങ്ങി. തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ലഹരി സിരകളിലേറ്റിയ തീരദേശത്തുകാർ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും കൂട്ടത്തോടെ വാഹനങ്ങളിലെത്തി. വിവിധ ഘട്ടങ്ങളിലെ മണ്ഡല പര്യടനങ്ങൾക്കു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഭാരതീയ ജനതാ പാർട്ടിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും RMPയും സ്വതന്ത്രന്മാരും കൊട്ടിക്കലാശത്തിൽ സജീവമായിരുന്നു. ആവേശം അതിരുകടക്കാതിരിക്കാൻ പോലീസും ജാഗ്രത പാലിച്ചു. പാരഡി പാട്ടുകളും കൊടിതോരണങ്ങളും നൃത്തങ്ങളുമായി പാർട്ടി കൂട്ടങ്ങൾ വാഹനങ്ങളിൽ കുതിച്ചു പായുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പാതയോരങ്ങളിൽ കൊച്ചുകുട്ടികൾ വരെ മുദ്രാവാക്യം വിളിയും കൊടിതോരണങ്ങളുമായി രംഗത്തിറങ്ങി. നഗരത്തിലെ ബാൻഡ് സംഘങ്ങളെല്ലാം എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. കൊട്ടിക്കലാശത്തിന് ശേഷം ഇനി നിശബ്ദ പ്രചരണം. പൊതുയോഗങ്ങളോ മൈക്ക് സെറ്റ് കെട്ടിവെച്ചുള്ള പരിപാടികളോ ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി നിശബ്ദ പ്രചരണമാണ്. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ UDF-നൊപ്പം നിൽക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കർഷകർ ഒന്നും പേടിക്കേണ്ടതില്ലെന്നും പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീ സംവരണം ഉൾപ്പെടെ അവശ്യ വിഭാഗങ്ങൾക്കായി ഒട്ടനവധി പദ്ധതികളാണ് UP ആവിഷ്കരിക്കുന്നതെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സോണിയാഗാന്ധി. UPA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി വിവരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. 10 വർഷത്തെ UPA ഭരണം രാജ്യത്തിന് വൻ നേട്ടമാണ് സമ്മാനിച്ചതെന്ന് അവർ പറഞ്ഞു. മുൻപൊന്നുമില്ലാത്ത സാമ്പത്തിക വളർച്ചയാണ് UPA ഭരണം വഴി രാജ്യത്തിനുണ്ടായത്. പൊതുക്ഷേമത്തിലൂന്നിയ പദ്ധതികൾ നിരവധി സർക്കാർ നടപ്പിലാക്കി. ഭക്ഷ്യസുരക്ഷ, തൊഴിലുറപ്പ് പദ്ധതി, വിദ്യാഭ്യാസാവകാശ നിയമം, വിവരാവകാശ നിയമം തുടങ്ങിയവ ഉദാഹരണമാണ്. പട്ടികജാതി വർഗ്ഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്ക് കൂടി ലഭിച്ച കേന്ദ്രവിഹിതം അതിനു മുൻപത്തേക്കാൾ എത്രയോ കൂടിയിരുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനായി മന്ത്രാലയം രൂപീകരിക്കണമെന്നാണ് UPAയുടെ പ്രഖ്യാപനങ്ങളിലൊന്ന്. എന്നാൽ വിഭജനത്തിലും വിവേചനത്തിലും ഊന്നിയ BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് പൊതുജനക്ഷേമ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും സോണിയ പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കർഷകർക്ക് പേടിക്കാനൊന്നുമില്ലെന്നും UPA എപ്പോഴും കർഷകർക്കൊപ്പമായിരിക്കുമെന്നും അവർ ഉറപ്പു നൽകി. സ്ത്രീ ശാക്തീകരണത്തിന് UPA പ്രത്യേകം പ്രാതിനിധ്യം നൽകും. പോലീസ് സ്റ്റേഷനുകളിൽ 25% വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരും. 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. UPA രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ അഴിമതിയുടെ പേരിലാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. അഴിമതി ആരോപണം ഉണ്ടായപ്പോഴെല്ലാം UPA അക്കാര്യത്തിൽ നടപടിയെടുത്തു. എന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഴിമതിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും സോണിയ ചോദിച്ചു. 1000 ദിവസം പൂർത്തിയാക്കിയ കേരള സർക്കാർ പ്രശംസനീയമായ കാര്യങ്ങളാണ് ചെയ്തത്. അഹിംസയാണ് കോൺഗ്രസിന്റെയും മുന്നണിയുടെയും ശൈലി. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. അവർ കൊലപാതകങ്ങൾ നടത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെയുള്ള വിധിയെഴുത്താവണം തെരഞ്ഞെടുപ്പെന്നും സോണിയ ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് VM സുധീരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ, DCC പ്രസിഡന്റ് KC അബു, E അഹമ്മദ്, അബ്ദുൾ സമദ് സബദാനി, അഡ്വക്കേറ്റ് P ശങ്കരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF മേഖലാ റാലികൾ സംഘടിപ്പിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ വിവിധയിടങ്ങളിൽ നടന്ന യോഗങ്ങളിൽ സംസാരിച്ചു. UDF നടത്തുന്ന നുണപ്രചരണങ്ങൾക്കെതിരെയുള്ള താക്കീതായിരുന്നു റാലികളെന്ന് LDF വിലയിരുത്തുന്നു. UDFന്റെ പരാജയം ഉറപ്പാക്കി CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ പര്യടനം സമാപിച്ചു. പരാജയ ഭീതികൾക്കിടയിൽ UDF നടത്തുന്ന നുണപ്രചരണങ്ങൾക്കിടയിലാണ് കോടിയേരി വടകര ലോക്സഭാ മണ്ഡലത്തിലെ കൊയിലാണ്ടി, അരീക്കുളം, ഓർക്കാട്ടരി, പാറക്കടവ്, പെരിങ്ങത്തൂർ എന്നിവിടങ്ങൾ സന്ദർശിച്ചത്. മേഖലാ റാലികളിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ച ശേഷം UDFന്റെ നുണപ്രചരണങ്ങൾക്കെതിരെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം. കൂട്ടിലിട്ടടച്ച തത്തയാണ് ആ വടകരയിലെ രമ. ആ തത്തയെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങി.
ഷംസീർ ആറമ്പിക്കാരന്റെ വധക്കേസിലെ ഒരു പ്രതി. ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ഷംസീറിനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു എന്നായി കഥ. എന്നാൽ ഈ സംഭവം കോടതിയിൽ ഈ ടെലിഫോൺ കോടതി പരിശോധിച്ചതാണ്. ഓർക്കട്ടിലിൽ നടന്ന റാലിയിൽ NM ബിജു അധ്യക്ഷം വഹിച്ചു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് പി സതിദേവി, സി ഭാസ്കരൻ, MK പ്രേംനാഥ്, K ശശിധരൻ, R ഗോപാലൻ, NV ബാലകൃഷ്ണൻ, അജയ് ആവള, ബാബു ഗോപിനാഥ്, ഹമീദ്, CK കുമാരൻ, ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പാറക്കടവിൽ T ശശിധരൻ അധ്യക്ഷം വഹിച്ചു. EK വിജയൻ MLA, VP കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടിയിൽ K അജിത് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ P വിശ്വൻ, A പ്രദീപ്, K ദാസൻ MLA, KK മുഹമ്മദ്, T ചന്തു, C സത്യചന്ദ്രൻ, K ശാന്ത, TK ചന്ദ്രൻ, PK രാധാകൃഷ്ണൻ, C കുഞ്ഞമ്മദ്, E രാജൻ, KTM കോയ, K അബ്ദുള്ള തിക്കൊടി എന്നിവർ സംസാരിച്ചു. അരീക്കുളത്ത് C ബിജു അധ്യക്ഷനായിരുന്നു. നേതാക്കളായ NK രാധ, K കുഞ്ഞമ്മദ് MLA, AK പത്മനാഭൻ, A പ്രദീപ്, R ശശി, O രാജൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച 9 കുടുംബങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. വാർത്തകളിൽ ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി ജിനിഷ മോഹൻ. Galaxy made of ABS material. ഒഴുകും സംസ്കൃതിതൻ നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ ഒരുക്കാൻ ഈ വിഷുക്കാലം ചേതോഹരവും അവിസ്മരണീയവുമാക്കാൻ അയ്യൻസ് വേൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശിവകാശിയിലെ 4 പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനികളുടെയും യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ അയ്യൻസ് വേൾഡിൽ മാത്രം. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയ്യൻസ് വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. ശിവകാശി പടക്കങ്ങളുടെ അതുല്യ ശേഖരത്തിനൊപ്പം ചൈനീസ് പടക്കങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻസും അയ്യൻസ് വേൾഡ് ഈ വിഷുക്കാലത്തിന്റെ ആഘോഷപ്പൊലിമയ്ക്കായി കാഴ്ചവെക്കുന്നു. ഓർക്കുക, അയ്യൻസ് വേൾഡ് കോഴിക്കോട് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. അയ്യൻസ് വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ആദിവാസി സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി റോഡിൽ തള്ളി. മുക്കം സ്വദേശിനിയായ സ്ത്രീയെ കഴിഞ്ഞ ദിവസമാണ് അടിവാരത്ത് പോത്തുണ്ടി പാലത്തിനടുത്തു നിന്നും കണ്ടത്. 4 പേർ ചേർന്ന് പീഡിപ്പിച്ചതായി സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആദിവാസി സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുക്കം സ്വദേശിനിയായ 42-കാരിയാണ് അടിവാരം നൂറാന്തോട് റോഡിലെ പോത്തുകൊണ്ടി പാലത്തിനടുത്ത് തിങ്കളാഴ്ച അവശനിലയിൽ നാട്ടുകാർ കണ്ടത്. 4-അംഗ സംഘമാണ് പീഡിപ്പിച്ചതെന്ന് സ്ത്രീ പോലീസിനോട് പറഞ്ഞു. കൂട്ടബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു. നാട്ടുകാർ അടിവാരം പോലീസ് ഔട്ട്പോസ്റ്റിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കയ്യിൽ പൊട്ടുകയും മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്ത സ്ത്രീയെ വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്ത്രീയുടെ കീഴ്ചുണ്ട് മുറിഞ്ഞ് തൂങ്ങിയ നിലയിലാണ്. കണ്ണുകൾ മർദ്ദനമേറ്റ് കലങ്ങിയിട്ടുണ്ട്. ശരീരമാസകലം നിരവധി പരിക്കുകളുമുണ്ട്. 4-അംഗ സംഘം ഞായറാഴ്ച രാത്രി 7 മണിയോടെ മുക്കത്ത് നിന്ന് വെള്ളവേനൽ കയറ്റി കൊണ്ടുപോയി തുടർന്ന് അടിവാരത്തെ ഒരു എസ്റ്റേറ്റിൽ വെച്ച് മദ്യം നൽകി പീഡിപ്പിച്ച ശേഷം തോട്ടിലേക്ക് തള്ളിയിട്ടു. തോട്ടിൽ നിന്ന് കയറി റോഡിലെത്തി നേരം വെളുപ്പിക്കുകയായിരുന്നു സ്ത്രീ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായാണ് അറിയുന്നത്. 2 പഞ്ചായത്തുകൾ ചേർന്ന് നിർമ്മിച്ച പൊതുകിണറിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴും കുടിവെള്ളത്തിനായി അധികാരികളുടെ കനിവ് കാക്കുകയാണ് കുന്നത്തറ ചെങ്കുനിമലയിലെ കോളനി നിവാസികൾ. കുടിവെള്ളം ലഭ്യമാക്കിയില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് 60ഓളം വരുന്ന കുടുംബങ്ങൾ.
ഉള്ളേരി പഞ്ചായത്തും അത്തോളി പഞ്ചായത്തും അതിരിടുന്ന ഉള്ളേരി പഞ്ചായത്തിലെ 11ാം വാർഡിലെ ചെങ്കുനിമലയുടെ മുകളിലാണ് 20ഓളം പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ 60 കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ അധികാരികളുടെ ഭിക്ഷയ്ക്കായി കേഴുന്നത്. 4 സെന്റ് വീതം പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് പട്ടികജാതി വിഭാഗക്കാർ കഴിയുന്നത്. ഇവിടങ്ങളിലെ കിണർ മുഴുവൻ ജനുവരി മാസത്തോടെ വറ്റിവരണ്ടു. ചെങ്കുനിമലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി 2 പഞ്ചായത്തുകളും ചേർന്ന് 12 വർഷം മുമ്പ് തുടക്കമിട്ട പദ്ധതിയാണ് പൊതുകിണർ എന്ന ആശയം. പദ്ധതി യാഥാർത്ഥ്യമാക്കിയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ കുന്നിന്റെ താഴ്വാരത്ത് കാടും പടലവും നിറയെ വെള്ളവും പേറി നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇപ്പോൾ പൊതുകിണർ. കിഴക്കേടത്ത് താഴം മുതൽ കോമത്ത് മീത്തൽ വരെ ഈ പൊതുകിണറിൽ നിന്നും ശുദ്ധജലം എത്തിക്കാനുള്ള സംവിധാനം ഇക്കാലം അത്രയും അധികാരികൾ ചെയ്തു കൊടുക്കാത്തത് കാരണമാണ് ഇപ്പോൾ പുലർച്ചെ മുതൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വയൽഭാഗത്തുള്ള തണ്ടാങ്കണ്ടി രാഘവൻകിടാവിന്റെ വീട്ടിൽ നിന്നും വെള്ളം ചുമന്നുകൊണ്ടുവന്ന് പ്രാഥമിക കർമ്മങ്ങൾ വരെ നടത്തേണ്ട അവസ്ഥ ഉണ്ടായതെന്ന് കോളനിവാസികളായ സ്ത്രീകൾ പറയുന്നു. രാവിലെ തന്നെ ഇറങ്ങണം വെള്ളത്തിന്റെ കാര്യത്തിൽ. തിരുമ്പാനും കുളിക്കാനും വെള്ളത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഭാഗത്തുള്ളവർക്ക് എത്രയോ കൊല്ലങ്ങളോളായി ഇവിടെ ഇത് തന്നെ പരിപാടി. കുറെ കൊല്ലം അതിന് ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയും, പിന്നെ അതിനെ ഒരു അനക്കമുണ്ട്, പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ആളെ കാണുള്ളൂ. ഞങ്ങളിപ്പം തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു ഇത് കിട്ടാണ്ട് ഞങ്ങൾ ഇനി വോട്ടിന് ഇല്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരും പഞ്ചായത്തും ഇക്കാലം അത്രയും ചെങ്കുനിമല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തുകയായിരുന്നുവെന്ന അഭിപ്രായക്കാരാണ് നാട്ടുകാരിൽ ഭൂരിപക്ഷവും. നിറയെ വെള്ളമുണ്ടെങ്കിലും കാടുപിടിച്ച് അനാഥമായി കിടക്കുന്ന പൊതുകിണർ ഇന്ന് നാട്ടുകാർക്കൊരു തീരാ വേദനയായി തീർന്നിരിക്കുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തന്നെയാണ് തങ്ങളുടെ ഉറച്ച തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം ചെങ്കുനിമലയിലേക്ക് നിർമ്മിച്ച 4 മീറ്റർ റോഡും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. രാത്രിയിൽ സ്ഥിരമായുള്ള വോൾട്ടേജ് പ്രശ്നം കൂടിയായതോടെ തെരഞ്ഞെടുപ്പിലൂടെ പ്രതികരിക്കാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് കുന്നത്തറ ചെങ്കുനിമല നിവാസികൾ ചേർന്ന് രൂപം കൊടുത്ത വോട്ട് ബഹിഷ്കരണ കമ്മിറ്റി. അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്നും മോചിതമായ മലാപ്പറമ്പ് AUP സ്കൂളിനെ മാതൃകാ വിദ്യാലയമാക്കി മാറ്റുമെന്ന് പ്രദീപ് കുമാർ MLA. സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ PTA സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് മലാപ്പറമ്പ് AUP സ്കൂൾ നഗരത്തിലെ മാതൃകാ വിദ്യാലയമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതായി പ്രദീപ് കുമാർ MLA പറഞ്ഞു. സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ PTA സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഉന്നയിക്കാൻ ഇപ്പൊ ഞാനാണ് ഉണ്ടെന്നുള്ളത് ഞാൻ നാളെ വേറെ ആളുകളാണ് ഉന്നയിക്കാൻ ബാധ്യസ്ഥ. അത് ഓരോരുത്തർ ശരിയോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ നിലപാടനുസരിച്ച്. അപ്പൊ എന്തായാലും അവിടെ നമ്മൾ ശക്തമായിട്ട് ആ കാര്യങ്ങൾ ഉന്നയിക്കാൻ ഇടയായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ രക്ഷാകർത്താക്കളും അവരെ പിന്തുണച്ചുകൊണ്ട് ഈ നാട്ടുകാർ. വാർഡ് കൌൺസിലർ KT പത്മജ അധ്യക്ഷം വഹിച്ചു. ഭാസി മലാപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഭാസി മലാപ്പറമ്പ് പ്രദീപ് കുമാർ MLA, റിട്ടയർഡ് വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ VP രവീന്ദ്രൻ, PTA പ്രസിഡന്റ് KP അജിത് കുമാർ, MC സന്തോഷ്, VT സത്യനാഥൻ, പ്രശാന്ത്, പ്രധാനാധ്യാപിക NM പ്രീതി എന്നിവർ സംസാരിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച എലത്തൂർ ശ്മശാനം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു. എലത്തൂർ കൈപ്പുറത്ത് പാലത്ത് സ്ഥാപിച്ച ശ്മശാനമാണ് അടഞ്ഞുകിടക്കുന്നത്. സ്ഥലവിസ്തൃതിയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള സൗകര്യവുമുള്ള ശ്മശാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് 2 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചതോടെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. അത്തോളി, തലക്കുളത്തൂർ, കക്കോടി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിലെത്താവുന്ന സൗകര്യത്തിലാണ് ഇവിടെ ശ്മശാനം സ്ഥാപിച്ചിരിക്കുന്നത്. എലത്തൂർ പഞ്ചായത്ത് സ്ഥലമേറ്റെടുത്ത് സ്ഥാപിച്ച ശ്മശാനം പിന്നീട് നഗരസഭയുടെ ഭാഗമായി മാറുകയായിരുന്നു. എന്നാൽ പിന്നീട് നോക്കാൻ ആളില്ലാതായതോടെ ഇവിടെ കാടുപിടിക്കുകയും ശ്മശാനം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. വെസ്റ്റ് ഹിൽ, മാവൂർ റോഡ് തുടങ്ങിയ ശ്മശാനങ്ങളിലേക്ക് എത്തുന്നതിലും എളുപ്പത്തിൽ ചേളന്നൂർ, ചേമഞ്ചേരി ഭാഗത്തുള്ളവർക്ക് ഇവിടെ എത്താം. പക്ഷെ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ശ്മശാനത്തിന്റെ പരിസര പ്രദേശമെല്ലാം ജനവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജനവാസമുള്ള മേഖലയിൽ ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നത് ഇനി ബുദ്ധിമുട്ടായി മാറുമെന്ന് ജനങ്ങൾ പറയുന്നു. കനോലി കനാലിനും വിശാലമായ നീർക്കെട്ടിനും ഇടയ്ക്കുമുള്ള ശ്മശാനം പ്രകൃതി സുന്ദരമായ സ്ഥലമായതിനാൽ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതാവും നല്ലതെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. മദ്യവിൽപ്പനശാലകളിൽ 2 ദിവസമായി റെക്കോർഡ് വിൽപ്പന. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മദ്യനിരോധനം ബുധനാഴ്ച മുതൽ നിലവിൽ വരുമെന്നറിഞ്ഞാണ് മദ്യ ഗുണഭോക്താക്കൾ കൂട്ടത്തോടെ എത്തി കുപ്പികൾ കരസ്ഥമാക്കിയത്. ഉഷ്ണശമനി, ബാർലി വെള്ളം എന്ന ബിയറിനും ഡിമാൻഡ് കൂടുതലായിരുന്നു. ആഘോഷം എന്തായാലും മലയാളിക്ക് അടിച്ചുപൊളിക്കാൻ വീര്യം വേണമെന്ന് നിർബന്ധമാണ്. അത് സർക്കാർ നേരിട്ട് വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങാൻ അതിലേറെ ഉത്സാഹമാണ്. എന്നാൽ ഇവ വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന സർക്കാർ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുനിഞ്ഞാൽ ഇതിന്റെ ഗുണഭോക്താക്കൾ വെട്ടിലായതു തന്നെ.
അങ്ങനെ വെട്ടിലായവരാണ് ഈ ക്യൂവിലുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ മദ്യനിരോധനം ഏർപ്പെടുത്തിയതാണ് ഈ ആക്രാന്തത്തിന്റെ ആധാരം. നിശബ്ദ പ്രചരണം മുതൽ വോട്ടെടുപ്പ് കഴിയും വരെയാണ് ഈ നിരോധനം. ഈ കാലയളവിൽ ദാഹം തീർക്കാനുള്ള കരുതിവെപ്പിനാണ് ഈ ക്യൂ നിൽപ്പ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഉത്സവ കാലയളവിൽ നടക്കുന്ന വിൽപ്പനയാണ് മദ്യവിൽപ്പനശാലകളിൽ നടന്നത്. ഉഷ്ണശമനിയെന്ന് മദ്യഗുണഭോക്താക്കൾ ഓമന പേരിട്ട് വിളിക്കുന്ന ബിയർ എന്ന ബാർലി വെള്ളത്തിനും ഡിമാൻഡ് കൂടുതലായിരുന്നു. വലുപ്പച്ചെറുപ്പമില്ലാതെ അനുസരണയോടെ വരി നിൽക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ഫുട്പാത്തിൽ കാൽനട യാത്രക്കാർക്ക് സവാരിക്കും ചിലയിടങ്ങളിൽ തടസ്സമുണ്ടായിരുന്നു. നിറങ്ങൾക്ക് പകരം വരകളിലൂടെ സമൂഹത്തിന്റെ അവസ്ഥയെ ചിത്രീകരിച്ച് KP പ്രദീപ് കുമാറിന്റെ ചിത്രപ്രദർശനം. മീഡിയ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ച പ്രദർശനത്തിൽ 10ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 30-ന് പ്രദർശനം സമാപിക്കും. ഓരോ ദിവസവും മനുഷ്യനിലേക്ക് എത്തുന്ന സന്ദേശങ്ങൾ പലവിധമാണ്. അതിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ഉപരിതല സ്പർശനം അരുത് എന്ന പേരിൽ KP പ്രദീപ് കുമാർ അത്തരം ചില നിമിഷങ്ങളെയാണ് ക്യാൻവാസിൽ ഒരുക്കിയിരിക്കുന്നത്. ചായക്കൂട്ടുകൾക്ക് പകരം പെൻസിൽ, ചാർക്കോൾ, പേസ്റ്റേഴ്സ് എന്നിവയാൽ സ്ത്രീമുഖങ്ങളെ വ്യത്യസ്ത രൂപങ്ങളിലാണ് കലാകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. മുഖത്തെ കുടകൊണ്ടു മറച്ചും വികൃത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരൂപങ്ങളും പറന്നുയരാൻ ശ്രമിക്കുന്ന പക്ഷികളും ചിത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നതാണ്. കോഴിക്കോട് സ്വദേശിയാണ് ചിത്രകാരൻ. മീഡിയ സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 10ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനം ഏപ്രിൽ 30-ന് സമാപിക്കും. വാർത്തകളിൽ മറ്റൊരിടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കരുവന്തിരുത്തി ദർശനം സാമൂഹ്യ സാംസ്കാരിക വേദി ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. KP തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ദർശനം സാമൂഹ്യ സാംസ്കാരിക വേദി കരുവന്തിരുത്തിയുടെ 5ാമത് വാർഷികാഘോഷം AP റോഡ് കരുവന്തിരുത്തി മുരളി നഗറിൽ നടന്നു. KP തിലകൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രഘുനാഥ് തോട്ടോളി അധ്യക്ഷനായിരുന്നു. പ്രബീഷ് P, ശശിധരൻ P, രതീഷ് പള്ളിയിൽ, വേണു P, M പ്രേമാനന്ദൻ, ഹരിദാസൻ T എന്നിവർ സംസാരിച്ചു. വാർഷിക പരിപാടിയിൽ ജയ്സൽ പരപ്പനങ്ങാടിയുടെ കോമഡി ഷോയും കോഴിക്കോട് സരസ്വതി നൃത്ത കലാകേന്ദ്രത്തിന്റെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഇനി ഉത്സവ വാർത്തകൾ. പ്രസിദ്ധമായ ബേപ്പൂർ ശ്രീ ഗോതീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശ്രമ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റിയതോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ആദ്യ ദിനം മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കൊടിയേറ്റം, ഗോതീശ്വര ഭജന സമിതിയുടെ ഭജന, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. 2ാം ദിനം ഗണപതി ഹോമത്തിന് ശേഷം ഉത്സവ പൂജകൾ നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. വൈകിട്ട് ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആഘോഷവരവ് നടന്നു.
തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസാദ ഊട്ട്, കൃഷ്ണവർമ്മ രാജയുടെ പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, നൃത്തശില്പം, സാംസ്കാരിക സമ്മേളനം, വിസ്മയം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും. ഇനി ബിസിനസ് വാർത്തകൾ. 1 കോടി മംഗല്യങ്ങൾക്ക് സംശുദ്ധ പട്ടിന്റെ പവിത്രതയേകിയ കല്യാൺ സിൽക്സ് ഉപഭോക്താക്കളുമായി സന്തോഷം പങ്കുവയ്ക്കുന്നു. മലയാളി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷവും സമ്മാനങ്ങളുമായി ഏപ്രിൽ 2 മുതൽ മെയ് 16 വരെ നീണ്ടുനിൽക്കുന്ന ഈ ആഘോഷത്തിന്റെ ഭാഗമായി ദിവസവും ബൈക്ക്, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ വിസ്മയ സമ്മാനങ്ങൾ കല്യാൺ സിൽക്സ് നൽകുന്നുണ്ട്. ആഴ്ചതോറും കാറുകൾ, ബമ്പർ സമ്മാനമായി 101 പവൻ സ്വർണം, കൂടാതെ ഒട്ടനവധി സർപ്രൈസ് സമ്മാനങ്ങളും നൽകും. ആഘോഷിക്കൂ 1 കോടി മംഗല്യങ്ങൾ, നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ പദ്ധതിയെക്കുറിച്ച് കല്യാൺ സിൽക്സ് കോഴിക്കോട് മാനേജർ പ്രമോദ്. കല്യാൺ സിൽക്കിന്റെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലുമായി നടത്തപ്പെടുന്ന 100 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കോഴിക്കോട് പൊറ്റമ്മൽ കല്യാൺ സിൽക്കിൽ വെച്ച് നടത്തുന്ന ഈ ആഘോഷത്തിൽ ധാരാളം കസ്റ്റമേഴ്സ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 3-ാം തീയതി മുതൽ 45 ദിവസം നീളുന്നതാണ് ഈ ആഘോഷ പരിപാടി. ഇതിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ കാറുകൾ, ബൈക്കുകൾ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് എന്നിവ എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കാനുള്ള അവസരമുണ്ട്. കസ്റ്റമേഴ്സ് മുഴുവൻ കോഴിക്കോടുള്ള എല്ലാ കസ്റ്റമേഴ്സും കല്യാൺ സിൽക്കിലേക്ക് ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെലിബ്രേഷനിൽ ഈ മാസം 3-ാം തീയതി ആരംഭിച്ചത് 45 ദിവസം കൂടെയുണ്ട്. ധാരാളം കസ്റ്റമേഴ്സിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബമ്പർ സമ്മാനമായി 101 പവൻ ഒരു ഭാഗ്യശാലിക്ക് കല്യാൺ സിൽക്ക് സമ്മാനിക്കുന്നു. 2000 രൂപയുടെ ഓരോ പർച്ചേസിനൊപ്പവും ഓരോ സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട്. കല്യാൺ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും എല്ലാ ആഴ്ചയും നറുക്കെടുപ്പ് നടത്തും. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, കൊച്ചി, കോട്ടയം, തിരുവല്ല, തിരുവനന്തപുരം, ബാംഗ്ലൂരു, ഈറോഡ്, ദുബായ്, ഷാർജ, അബുദാബി എന്നീ ഷോറൂമുകളിലും ഈ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. കല്യാൺ സിൽക്സ്, പൊറ്റമ്മൽ ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ വരണാധികാരി CA ലത. പ്രചാരണ പൂരത്തിന് പരിസമാപ്തി. 10-ന് പോളിംഗ് ബൂത്തിലേക്ക്. ഇനി 2 നാൾ നിശബ്ദ പ്രചരണം. ആദിവാസി സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി നടുറോഡിൽ തള്ളി. പ്രതികളെ തിരഞ്ഞ് ഊർജിത അന്വേഷണം. വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.